ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോയ വയർലെസ് മൈക്രോഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയും അതിൻ്റെ റിവ്യൂവുമായിട്ടാണ്. അതിൻ്റെ വേരിയൻറ്റ് എന്ന് പറയുന്നത് BY-V10 എന്ന വേരിയൻ്റ് ആണ് ഞാൻ വാങ്ങിയത്. വാങ്ങിച്ചതിന് ശേഷമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോയും ഉപയോഗിച്ചതിന് ശേഷമായിട്ട് അതിൻ്റെ ഒരു റിവ്യൂവും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2699 രൂപയാണ് വരുന്നത്. 2 ഇയർ വാറൻറ്റിയോട് കൂടി തന്നെ നമുക്ക് ഇത് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബോക്സിനുള്ളിൽ വന്നിരിക്കുന്നത് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു റിസീവറും പിന്നെ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആയിരിക്കുന്ന വയർലെസ് മൈക്രോഫോണുമാണ്. ഇനി നമ്മൾ ഈ റിസീവർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് വരുന്നത് സി പോർട്ട് ടൈപ്പ് ആയതിനാൽ നമ്മളത് ഫോണിൽ കുത്തി നേരെ സെറ്റിങ്സിലേക്ക് പോയി സെറ്റിങ്സിൽ OTG എന്നൊരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു റിസീവർ നമുക്ക് ഓൺ ആവത്തുള്ളൂ, എന്നാലേ നമ്മുടെ മൈക്രോഫോൺ വർക്ക് ആവുകയുള്ളൂ. അങ്ങനെ നമ്മൾ OTG സെറ്റിങ്സിൽ പോയിട്ട് ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് എനേബിൾ ചെയ്യുകയാണ്. എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാനായിട്ട് സാധിക്കും ആ ഒരു ബ്ലൂ LED ലൈറ്റ് അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഫോണിൻ്റെ സൗണ്ടാണ്. നമുക്കറിയാം, അതിൻ്റെ അകത്തോടെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഫാനിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം, ചുറ്റുമുള്ള നോയ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഈ മൈക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സൗണ്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സൈഡിലായിട്ടാണ് പവർ ഓൺ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ദാണ്ട ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ ഓണായി കിട്ടും. ഈ ഒരു ബ്ലൂ ലൈറ്റ് ഓണായി കിട്ടുമ്പോൾ മൈക്ക് ഓൺ ആയി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് ഈ മൈക്ക് ഓണായ ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ മോഡിലാണ് ഇപ്പോൾ ഈ മൈക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ആ ഒരു നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുള്ള വോയിസ് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, നമ്മൾ വോയിസ് റിഡക്ഷൻ നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഈ ബ്ലൂ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ ആ ഒരു നോയ്സ് റിഡക്ഷൻ ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വോയിസ് എന്ന് പറയുന്നത് ആ ഒരു നോയ്സ് റിഡക്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ള ഓൺ ആക്കിയിട്ടുള്ള ഒരു വോയിസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അന്നേരം ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും ഏകദേശം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ നോയ്സ് ഒക്കെ കറക്റ്റായിട്ട് റെഡ്യൂസ് ആയിട്ട് ഈ ഒരു വോയിസ് മാത്രം ഫോക്കസ് ആയിട്ടുള്ള നല്ലൊരു ഔട്ട് കിട്ടുന്ന ഒരു വോയിസ് തന്നെ നമുക്ക് ഇതിലൂടെ ഈ ഒരു മൈക്കിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ആ ഒരു വ്യത്യാസം ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മൈക്കിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. തീർച്ചയായും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു പക്ക ഔട്ട് തരുന്ന ഒരു വയർലെസ് മൈക്രോഫോൺ തന്നെയാണിത്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ പ്രോഡക്റ്റ് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള യൂട്യൂബേഴ്സിനും ഒക്കെ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.